ആലപ്പുഴയിലെ കളർകോട് ഇന്നലെ ഉണ്ടായ വാഹനാപകടത്തിൽ 5 പേർ മരിച്ചു. ഇവരെല്ലാവരും തന്നെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ്. ഈ വാഹനാപകടത്തിൽ മരിച്ച പാലക്കാട്ടെ ശ്രീദേവിൻ്റെ ശേഖരിപുരത്തെ വീട്ടിലേക്ക് ദുഃഖവാർത്ത അറിഞ്ഞ് ബന്ധുക്കളും നാട്ടുകാരുമൊക്കെ എത്തി തുടങ്ങി. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. ദുഃഖകരമായ അന്തരീക്ഷമാണോ നിഖിൽ അവിടെ നിന്ന് പറയാൻ കഴിയുക? എങ്ങനെയാണ് അവരുടെ കുടുംബ അന്തരീക്ഷം? ഇദ്ദേഹം എത്ര കുട്ടികളുള്ള കുടുംബമാണ്? മറ്റു വിവരങ്ങൾ. ഈ നാടൊന്നടങ്കം വലിയ ദുഃഖത്തിലും വലിയ വേദനയിലുമൊക്കെയാണ് ഈ ഈ കുട്ടിയുടെ വിയോഗ വാർത്തയെ അവർ കേൾക്കുന്നത്. ഇന്നലെ രാത്രിയോട് കൂടി തന്നെ ആ മരണ വാർത്ത ഈ വീടിനെ തേടി എത്തിയിരുന്നു. അപ്പോൾ മുതൽ ഈ വീട് വളരെയധികം ദുഃഖാർത്ഥമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവർക്കൊന്നും തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു വിയോഗമല്ല ഈ വിദ്യാർത്ഥിയുടേത്. ഏക മകനാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാകുന്നൊരു വേദന, പ്രയാസം, ദുഃഖം അതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ്. ശ്രീദേവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഇവിടെ ഉണ്ട്. അവരൊന്നുമായി സംസാരിച്ചെങ്കിലും അവരെയൊന്നും നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവരുന്നില്ല. വലിയ വേദന തന്നെയാണ് അവരെല്ലാവരും തന്നെ ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ് മെമ്പർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്കിപ്പോൾ എത്ര മണിയോട് കൂടിയിട്ടായിരിക്കും ഇങ്ങോട്ട് എത്തിക്കുക? അങ്ങനെ എന്തെങ്കിലുമുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് നിലവിൽ ലഭ്യമായിട്ട്? കാലത്ത് ഒരു 9:30 മണിയോട് പോസ്റ്റ്മോർട്ടം എടുക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞാൽ അവർ കോളേജിൽ പൊതുദർശനത്തിന് വെക്കുന്നുണ്ട് ഇവരുടെ മൃതദേഹങ്ങൾ കുട്ടികളുടെ. അതിനുശേഷം മാത്രമേ അങ്ങോട്ട് ഇറങ്ങുള്ളൂ. എങ്ങനെയാണെങ്കിൽ ഒരു 5 മണിക്കൂർ റണ്ണിങ് ടൈം, ഒരു 3 മണിയോടുകൂടി ഇവിടെ എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് പരിചയമുള്ള കുടുംബം വളരെ കാലത്ത് ഇദ്ദേഹം ഈ മരിച്ച പയ്യൻ്റെ മുത്തച്ഛനൊക്കെ ആയിട്ട് വളരെ തൊട്ടടുത്തവരാണ്. അങ്ങനെ നല്ല പരിചയമുണ്ട് അച്ഛനായിട്ടും അമ്മയായിട്ടും എല്ലാം. കുട്ടിയുടെ ഒപ്പം പഠിക്കുന്ന കുട്ടികളൊക്കെ ഇപ്പോൾ ഇവിടേക്ക് വരുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. അതൊക്കെ വളരെ ഹൃദയഭേദകമായിരുന്നു. ഇന്നലെ സിനിമയ്ക്ക് പോകുന്നതിന് മുൻപും വീട്ടിലേക്ക് അച്ഛനെ വിളിച്ച് ഞാൻ സിനിമയ്ക്ക് പോവുകയാണ് എന്ന് വിളിച്ചു പറഞ്ഞ ഒരു മോനായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള വലിയ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു വാർത്ത ഇവരെ തേടിയെത്തുന്നത്. എന്തായാലും ഇപ്പോൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഉച്ചയോട് കൂടിയിട്ട് ഈ മറ്റു നടപടികളൊക്കെ പൂർത്തിയാക്കി പാലക്കാട്ടെ ശേഖരിപുരത്തെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഭാരതമാതയിലാണ് പഠിച്ചത് അല്ലേ? അച്ഛനും അവിടുത്തെ അധ്യാപകൻ. അപ്പം ഈ നാട്ടിൽ തന്നെ, അതായത് ഇവിടെ തന്നെ, ഇതൊരു ഗ്രാമമാണ്, ഇവിടെ തന്നെ ജനിച്ചു വളർന്ന് ഇവിടെ തന്നെ പഠിച്ച് എൻട്രൻസിൽ ആദ്യ തവണ കഴിഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഈ ആലപ്പുഴയിൽ പഠിക്കാൻ വേണ്ടി പോയതാണ്. എല്ലാ ദിവസവും വീട്ടിൽ വിളിച്ച് ബന്ധപ്പെടുന്ന ഇവിടെയുള്ള ആളുകളൊക്കെ, ഇതൊരു ഗ്രാമമാണ്, നമ്മളിവിടെ എത്തി സംസാരിച്ചപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് വളരെ നല്ല ബന്ധം വെച്ച് പുലർത്തിയിരുന്ന ഒരു യുവാവായിരുന്നു. എന്തായാലും ആ കുട്ടിയുടെ വിയോഗത്തിൽ വലിയ വേദനയിലാണ് നാട്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് ഒപ്പം പഠിച്ച കുട്ടികളും അവരുടെ മാതാപിതാക്കളൊക്കെ വരുന്ന കാഴ്ച കണ്ട് അവരൊക്കെ വലിയ വേദനയിലും ദുഃഖത്തിലുമാണ് ഇതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഉച്ചയോട് കൂടിയിട്ട് ഈ മറ്റു നടപടികളൊക്കെ പൂർത്തിയാക്കി ഇവിടേക്ക് കൊണ്ടുവന്നാൽ അതിനുശേഷം വീട്ടിൽ പൊതുദർശനം ഉണ്ടാവും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. അതിലൊരു അന്തിമ രൂപം ആവുന്നേ ഉള്ളൂ. അല്പസമയത്തിനകം അത് സംബന്ധിച്ച് അന്തിമ രൂപമാകും. ഓക്കെ, നിഖിൽ പ്രമേഷാണ് നമുക്കൊപ്പം ചേർന്നത്. സങ്കടകരമായ അവസ്ഥയായിരിക്കും ഈ 5 കുടുംബത്തിൽ ഉണ്ടാവുക എന്ന് നമുക്കറിയാം. ഇതൊക്കെ എങ്ങനെ താങ്ങാൻ കഴിയും? കാര്യം പല ആൾക്കാരും വളരെ പ്രതീക്ഷയോടെ ഈ ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കുട്ടികളെ പഠിക്കാൻ അയച്ചതാണ്. അവർ ചേതനയേറ്റ് വീട്ടിലേക്ക് വരുമ്പോൾ, അവരെ കൊണ്ടുവരുമ്പോൾ ഇതൊക്കെ എങ്ങനെയായിരിക്കും മാതാപിതാക്കൾ സ്വീകരിക്കുക, താങ്ങുക എന്നൊക്കെ നമുക്കറിയില്ല. കാരണം ഒറ്റ രാത്രി കൊണ്ട് പൊലിഞ്ഞു പോയതാണ് അവരുടെ എല്ലാ സ്വപ്നങ്ങളും. കാര്യം കുട്ടികൾ പലപ്പോഴും ഇങ്ങനെയൊക്കെ കൺമുമ്പിൽ മരിക്കുമ്പോൾ ഈ മാതാപിതാക്കൾക്ക് ദുഃഖമേറും. കാരണം ഈ കുട്ടി വളരുന്ന ഓരോ നിമിഷവും അവർ കൺമുന്നിൽ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ദുഃഖം കണ്ടിരിക്കാൻ കഴിയില്ല. ഏറ്റവും നിർഭാഗ്യകരമായ ജീവിത സാഹചര്യം എന്ന് പറയുന്നത് കൺമുമ്പിൽ ജനിച്ച കുട്ടി മരിക്കുന്നത് തന്നെയാണ്.